Earn Marks, your perfect learning partner. ഇനി നമുക്ക് ഡയറക്ട്ലി നമ്മുടെ ന്യൂട്ടൺസിന്റെ ലോയിലേക്ക് പോവാം. അതായത് അരിസ്റ്റോട്ടിലും ഗലീലിയോയും ഒരുപാട് ഇൻഫ്ലുവൻസസ് കൊടുത്തിട്ടും സ്റ്റിൽ നമുക്ക് കുറച്ച് ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഫിസിക്സിൽ വന്നു. അങ്ങനെയാണ് നമ്മുടെ ന്യൂട്ടന്റെ 3 ലോസ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈ ലോസ് നമുക്ക് പഠിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിലെ മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ ആദ്യത്തേതാണ് ലോ ഓഫ് ഇനേർഷ്യ. ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ലോ. ഇനി രണ്ടാമത്തെ ലോയിൽ നമ്മളൊരു ഇക്വേഷൻ കാണുന്നുണ്ട് അല്ലേ, അതായത് F is equal to ma. അതായത് F ഈക്വൽസ് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് നമ്മുടെ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്. മൂന്നാമത്തെ ലോന് ആക്ഷൻ റിയാക്ഷൻ എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് നോക്കാം അതെന്താണ് ആക്ഷൻ റിയാക്ഷൻ എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് ലോയിലേക്ക് പോവാം. ദാറ്റ് ഈസ് ദ ലോ ഓഫ് ഇനേർഷ്യ. നമുക്ക് ഈ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണെന്നുണ്ടെങ്കിലും മോഷനിലാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിലും ആ ഒരു സ്റ്റേറ്റ് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളൊരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യണം എന്നുള്ളതാണ് ന്യൂട്ടന്റെ ഫസ്റ്റ് ലോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്കിതിനെ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയാൻ വേണ്ടി പറ്റും. നമുക്ക് ഫസ്റ്റത്തെ എക്സാമ്പിൾ നോക്കാം. അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ റെസ്റ്റിലായിട്ടുള്ള ഒബ്ജക്റ്റ് റെസ്റ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യും അൺടിൽ നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ അത് റെസ്റ്റിൽ തന്നെ ആയിരിക്കും. ഇനി ഇതേപോലെ തന്നെയാണ് ഒരു മോഷനുള്ള ഒബ്ജക്റ്റ് നമ്മൾ ഒരു നെറ്റ് ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ അത് റെസ്റ്റിലേക്ക് മാറുകയും ഇല്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒരു ഡിസ്ക്രൈബ്ഡ് ആയിട്ടുള്ള ഒരു ഫോം നോക്കാം. അതായത് a body continues to be in a state of rest or in a state of uniform motion along a straight line unless it is acted upon by an external unbalanced force. ഈ ഒരു ലോനെയാണ് നമ്മൾ ഇനേർഷ്യ ലോ അല്ലെങ്കിൽ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇനേർഷ്യ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഇവിടെ ഫോഴ്സും ഇനേർഷ്യ ഒക്കെ വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം. അതിനു മുന്നേ നമ്മൾ കുറേ നേരമായിട്ട് പറയുന്ന ഒരു ടേം ഉണ്ട്, അൺബാലൻസ്ഡ് ഫോഴ്സസ്. എന്താണ് ഈ അൺബാലൻസ്ഡ് ഫോഴ്സസ്? ഇവിടെ നമുക്ക് നോക്കിയേ, ഇവിടെ ഒരു ടഗ് ഓഫ് വാർ ഉണ്ട്. ഈ ടഗ് ഓഫ് വാറിൽ രണ്ട് സൈഡിലും 300 ന്യൂട്ടൺ ആണ് വന്നിട്ടുള്ളത് അല്ലേ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവരുടെ രണ്ട് പേരിലും ആര് വിൻ ചെയ്യുന്നുള്ളത് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റൂല. അങ്ങനെയുള്ള ഈക്വൽ ഫോഴ്സസ് ഫ്രം ബോത്ത് ഡയറക്ഷൻ, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ബാലൻസ്ഡ് ഫോഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ എന്തായിരിക്കും അൺബാലൻസ്ഡ്? യെസ്, അൺഈക്വൽ ആയിട്ടുള്ള ഫോഴ്സസ് ആയിരിക്കും നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടാവുക. അതായത് 400ഉം 300ഉം. ഇതെന്താണ്? ഇത് അൺബാലൻസ്ഡ് ആണ്. കാരണം രണ്ട് സൈഡിൽ നിന്നും അൺഈക്വൽ ആയിട്ടുള്ള ഫോഴ്സസ് ആണ് വന്നിട്ടുള്ളത് അല്ലേ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അൺബാലൻസ്ഡ് ഫോഴ്സ് മാത്രം അപ്ലൈ ചെയ്താലേ ഉള്ളൂ മൂവ് ചെയ്യുക. അതെന്തുകൊണ്ട് അങ്ങനെ പറയാനുള്ള റീസൺ, ബിക്കോസ് നമ്മൾ നേരത്തെ കേസ് പറഞ്ഞത് രണ്ട് സൈഡിൽ നിന്നും 20 ന്യൂട്ടൺ ആണ് എന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്യും. റിസൾട്ടന്റ് ഫോഴ്സ് ഇവിടെ ക്യാൻസൽ ഔട്ട് ചെയ്തിട്ട് 0 ആയിട്ട് മാറും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയാൻ വേണ്ടിയിട്ടുള്ള കാരണം. ഇനി എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഇനേർഷ്യ എന്ന് പറയാനുള്ള കാരണം? ഈ ഇനേർഷ്യ എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഓബ്ജക്റ്റ് മൂവ് ചെയ്യാണ് അല്ലെങ്കിൽ ഒരു ഓബ്ജക്റ്റ് റെസ്റ്റിലാണ്. അങ്ങനെയാണെങ്കിൽ ആ ഒരു ചേഞ്ച് പെട്ടെന്ന് അഡാപ്റ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല അല്ലെ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു റെസിസ്റ്റൻസ്, ആ ഒരു ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ടെൻഡൻസിക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇനേർഷ്യ എന്ന് പറയുന്നത്. അതായത് ടെൻഡൻസി ഓഫ് ആൻ ഒബ്ജക്റ്റ് ടു റെസിസ്റ്റ് എനി ചേഞ്ച് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ ഓഫ് മോഷൻ, അതിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അതായത് ഈ ഒരു പംകിൻ അല്ലെ, ഈ പംകിനെ നമ്മൾ ഒരു അൺബാലൻസ്ഡ് ആയിട്ടുള്ള ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നവരെ ഇത് മൂവ് ചെയ്യോ? ഇല്ല. അപ്പോൾ അതാണ് ആ ഒരു ഇനേർഷ്യ എന്നുള്ള കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ മൂവ് ചെയ്യുന്ന ഒരു ഒബ്ജക്റ്റിന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യാതെ അതെന്ത് ചെയ്യില്ല, മൂവ് ചെയ്യില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ റെസ്റ്റിലേക്ക് തിരിച്ചു വരികയാണെന്നുണ്ടെങ്കിലും സെയിം കേസാണ്. അപ്പോൾ അത് റെസിസ്റ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു ഒബ്ജക്റ്റിന്റെ ടെൻഡൻസി ടു റെസിസ്റ്റിനെയാണ് നമ്മൾ ഇനേർഷ്യ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഫസ്റ്റ് ലോ തന്നെ. അതുകൊണ്ടാണ് ഇതിനെ നമ്മൾ ലോ ഓഫ് ഇനേർഷ്യ എന്ന് പറയുന്നത്. Earn Marks, your perfect learning partner.